ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും അസ്ത്രയുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഫ്രം ദ ലാൻഡ് ഓഫ് ചോളാസ് ടു ഡൽഹി, ചോള നാട്ടിൽ നിന്നും ഡൽഹിയിലേക്ക് എന്ന് പറഞ്ഞ നമ്മൾ എടുത്തു കഴിഞ്ഞ പാഠത്തിൻ്റെ ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറും അതുപോലെ തന്നെ ബാക്കിയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ കംപ്ലീറ്റ് ഈ ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പാഠം പൂർണ്ണമായിട്ടും ഒറ്റ വീഡിയോ തന്നെ മനസ്സിലാവും. അതുപോലെ നിങ്ങൾക്ക് വേണ്ട ക്വസ്റ്റ്യൻ ആൻസർ ഇതിൻ്റെ അകത്ത് കിട്ടും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്ലാസ് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് കൊടുത്തിട്ടുണ്ട്. കാണാത്തവരതും കൂടി കാണാം കേട്ടോ. ഓക്കെ, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഫ്രണ്ട്സിനൊക്കെ സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. സമയം കളയണ്ട, നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത് ചോള കിങ്ഡം ആണ്. നമ്മൾ പറയുമ്പോൾ തന്നെ നമുക്ക് ചോള കിങ്ഡം എന്ന് പറയുമ്പോൾ നമുക്ക് ഇവരൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരും. എപ്പോഴാണ് ഈ 9-ാം നൂറ്റാണ്ട് മുതൽ 13-ാം നൂറ്റാണ്ട് വരെ ദക്ഷിണേന്ത്യയിൽ ഭരണം നടത്തിയത്. ദക്ഷിണേന്ത്യ ഭരിച്ചതാരായിരുന്നു? ചോളന്മാരായിരുന്നു. ചോളാസ് റൂൾഡ് സൗത്ത് ഇന്ത്യ ഫ്രം ദ 9th to 13th century CE. ചോളമണ്ഡലം വിച്ച് വാസ് അറൌണ്ട് തഞ്ചാവൂർ വാസ് ദിയർ ഹെഡ് ക്വാർട്ടേഴ്സ്. തഞ്ചാവൂരിന് ചുറ്റുമുള്ള ചോളമണ്ഡലമായിരുന്നു അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ്, ആസ്ഥാനം എന്ന് പറയുന്നു. ഓക്കെ, ദെൻ ചോളാസ് ക്യാപ്ചേർഡ് പവർ ബൈ ഡിഫീറ്റിംഗ് ദ പല്ലവാസിനെ, അതായത് പല്ലവന്മാരെ പരാജയപ്പെടുത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? പല്ലവന്മാരിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? അധികാരം പിടിച്ചെടുക്കുന്നത്. മോസ്റ്റ് ഓഫ് സൗത്ത് ഇന്ത്യ were then under the control of the ചോള കിങ്സ്. അപ്പം അങ്ങനെ ദക്ഷിണേന്ത്യയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും ആരുടെ അധീനതയിലായി? ചോള രാജാക്കന്മാരുടെ അധീനതയിലേക്ക് വന്നു. ദെൻ ചോള കിങ്ഡം വാസ് റിച്ച് ഇൻ വെൽത്ത്. വളരെ സമ്പന്നമായിരുന്നു ചോള കിങ്ഡം. അവരുടെ സാമ്പത്തിക സ്ഥിതി നല്ല ഉയർന്ന സാമ്പത്തിക സ്ഥിതിയായിരുന്നു. ആൻഡ് ദേ കളക്റ്റഡ് ടാക്സ് ഫ്രം ദ പീപ്പിൾ. ജനങ്ങളിൽ നിന്ന് അവർ നികുതി ഈടാക്കിയിരുന്നു എന്ന് പറയുന്നു. ഈ നികുതി ഈടാക്കിയ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പാഠം തുടങ്ങുന്ന ഭാഗത്ത് തന്നെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. അനലൈസ് ദ റോൾ പ്ലേഡ് ബൈ ദ അഗ്രികൾച്ചർ സെക്ടർ ഇൻ ദ എക്കണോമി ഓഫ് ദി ചോള കിങ്ഡം. ഓക്കെ, ചോള രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയിൽ കാർഷിക മേഖല വഹിച്ച പങ്ക് എന്തായിരുന്നു എന്ന് അനലൈസ് ചെയ്യാം. ഒന്നാമത്തെ പോയിന്റ് നോക്കുക. ചോള കിങ്ഡം വാസ് ലൊക്കേറ്റഡ് ഇൻ ദ കാവേരി റിവർ വാലി വിച്ച് മെയ്ഡ് ദ ഏരിയ റിച്ച് ഇൻ റിസോഴ്സസ്. അപ്പം ചോള രാജ്യം സ്ഥിതി ചെയ്തിരുന്നത് ഏതിൻ്റെ താഴ്വരയിലായിരുന്നു? കാവേരി നദിയുടെ താഴ്വരയിലായിരുന്നു. അതുകൊണ്ട് തന്നെ എന്തുണ്ടായിരുന്നു അവിടെ? വിഭവ സമൃദ്ധമായിരുന്നു. ഓക്കെ, മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ലിവ്ഡ് ഇൻ വില്ലേജസ് ആസ് അഗ്രികൾച്ചർ വാസ് ദെയർ മെയിൻ ഒക്കുപ്പേഷൻ. എന്താണ് അവിടുത്തെ ജനങ്ങളുടെ പ്രധാന തൊഴിൽ? എന്തായിരുന്നു? കൃഷിയായിരുന്നു. ദേ കൾട്ടിവേറ്റഡ് സിറിയൽസ്, ഫ്രൂട്ട്സ്, പൾസസ്, ഷുഗർ ഗെയിൻ, ബെറ്റർ ലീഫ്, അരക്കനട്ട്, ജിഞ്ചർ, ടേമറിക് ആൻഡ് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഫ്ലവേഴ്സ്. അവിടെ ഭക്ഷ്യധാന്യങ്ങളും പഴവർഗ്ഗങ്ങളും പയറുവർഗ്ഗങ്ങളും അതുപോലെ കരിമ്പ്, വെറ്റില, അടയ്ക്ക, ഇഞ്ചി, മഞ്ഞൾ, ഇങ്ങനെ വിവിധ തരം പൂക്കൾ എന്നിവയൊക്കെ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദ റൂളേഴ്സ് who constructed different irrigation facilities include ponds, tanks and canals and wells. അപ്പോൾ ഇവരുടെ അവിടുത്തെ കൃഷിയുടെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് തന്നെ ഭരണാധികാരികൾ വ്യത്യസ്തമായ ജലസേചന സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. കുളങ്ങൾ, ജലസംഭരണികൾ, ഇങ്ങനെയുള്ള ഒരുപാട് ജലസേചന സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇൻ അഡീഷൻ ടു ദിസ്, bunds were constructed across the rivers and water thus collected was distributed to different parts of the country through canals. അതുകൂടാതെ ഇവരെന്ത് ചെയ്തു? നദികൾക്ക് കുറുകെ തടയണ കെട്ടിയിട്ട് വെള്ളം അവിടെ കെട്ടി നിർത്തും. എന്നിട്ട് ഇത് ചാലുകളായിട്ട് വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, then apart from this, huge ponds were built in areas where there were no natural streams and rainwater was collected in them during the rainy season. അപ്പോൾ വലിയ കുളങ്ങളൊക്കെ നിർമ്മിച്ചിട്ട് മഴക്കാലത്ത് വെള്ളം അധികം കിട്ടാത്ത പ്രദേശത്ത് അവർ വെള്ളം കളക്ട് ചെയ്ത് വെക്കുമായിരുന്നു എന്ന്. ഓക്കെ, അപ്പം റെയിനി സീസണിൽ വെള്ളം കളക്ട് ചെയ്ത് വെക്കുന്ന കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്. ദെൻ apart from these, cultivators were given tax concession for the development of agriculture and they were encouraged to bring barren land under the cultivation. അപ്പോൾ കൃഷിയുടെ പുരോഗമനത്തിന് വേണ്ടിയിട്ട് ഭരണാധികാരികൾ എന്ത് ചെയ്തു? നികുതി ഇളവുകൾ കൊടുത്തു. അതുപോലെ തന്നെ ബാരൻ ലാൻഡ്സ്, തരിശായി കിടക്കുന്ന ഭൂമികൾ കൃഷിക്ക് ഉപയോഗപ്രദമാക്കാൻ വേണ്ടിയിട്ട് അവർ ഇതിലൂടെ പ്രോത്സാഹനം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദെൻ ബൈ ഡൊണേറ്റിംഗ് ലാൻഡ് ടു ടെമ്പിൾസ് ആൻഡ് ബ്രാഹ്മിൻസ് ഇറ്റ് ബിക്കേം പോസിബിൾ ടു എക്സ്പാൻഡ് അഗ്രികൾച്ചർ ടു എ ലാർജർ ഏരിയ. ദസ് അഗ്രികൾച്ചർ പ്രോഗ്രസ് സ്ട്രെങ്തൻ ദ എക്കണോമി ഓഫ് ചോള കിങ്ഡം. അതുപോലെ തന്നെ എന്താണ് ഈ പ്രദേശത്ത് ബ്രാഹ്മണർക്കും അമ്പലങ്ങൾക്കൊക്കെ ഭൂമിദാനം നൽകിയതുകൊണ്ട് കൂടുതൽ പ്രദേശത്തിലേക്ക് ഇത് എന്ത് ചെയ്യുന്ന കൃഷി വ്യാപിക്കാൻ വേണ്ടിയിട്ട് സഹായകമായിട്ടുണ്ട്. ഇതൊക്കെ ചോള കിങ്ഡത്തിൻ്റെ സാമ്പത്തിക സ്ഥിരതയെ ഇല്ലെങ്കിൽ എക്കണോമിയെ കുറച്ചുകൂടി സ്ട്രെങ്തൺ ആക്കാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഞാൻ കുറച്ച് വേഗത്തിൽ പറയുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. നിങ്ങൾക്കത് പറഞ്ഞു തരുമ്പോൾ പോയിന്റ്സ് ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, ഹൗ ഡിഡ്
അഗ്രികൾച്ചർ സർപ്ലസ് ഇൻഫ്ലുവൻസ് കൊമേഴ്ഷ്യൽ പ്രോഗ്രസ് ഓഫ് ചോള കിങ്ഡം. ഇതാണ് അടുത്ത ചോദ്യം, ആ ഭാഗത്ത് തന്നെയുള്ളതാണ്. എങ്ങനെയാണ് കാർഷിക വിച്ചോൽപാദനം ചോള രാജ്യത്തിൻ്റെ വാണിജ്യ പുരോഗതിക്ക് വഴിതെളിച്ചത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ദ സർപ്ലസ് ജനറേറ്റഡ് ത്രൂ അഗ്രികൾച്ചർ പ്രോഗ്രസ് ലിഡ്സ് ടു ദ ഡെവലപ്മെന്റ് ഓഫ് ട്രേഡ്. സെവറൽ പ്രൊഡക്ട്സ് വർ സോൾഡ് ഔട്ട് ഇൻ ദ ലോക്കൽ മാർക്കറ്റ്സ്. അപ്പോൾ വിച്ചോൽപാദനം വരുന്ന സമയത്ത് ഈ ഒരുപാട് ഉൽപ്പന്നങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ലോക്കൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ കമ്പോളത്തിൽ പ്രാദേശിക കമ്പോളം എന്ന് പറയും അല്ലേ, പ്രാദേശിക കമ്പോളത്തിൽ വിറ്റഴിക്കപ്പെട്ടിട്ടുണ്ട്. ദെൻ വീവിങ് വാസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഇൻഡസ്ട്രി. ആ സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യവസായമായിരുന്നു നെയ്ത്ത് എന്നുള്ളത്. ദെൻ ക്വാളിറ്റി ടെക്സ്റ്റൈൽ ഐറ്റംസ് വർ എക്സ്പോർട്ടഡ് ടു നോർത്ത് ഇന്ത്യ ആൻഡ് അതർ പാർട്സ്. നല്ല മെച്ചപ്പെട്ട തുണിത്തരങ്ങൾ എന്തായി നോർത്ത് ഇന്ത്യയിലേക്കും മറ്റു ഭാഗങ്ങളിലേക്കും ഉത്തരേന്ത്യയിലേക്കും മറ്റു ഭാഗങ്ങളിലേക്കൊക്കെ കയറ്റുമതി ചെയ്തു. ഷുഗർ കെയിൻ വാസ് ഓൾസോ ആൻ ഇമ്പോർട്ടൻറ്റ് കൊമേഴ്ഷ്യൽ പ്രോഡക്റ്റ്. ആ സമയത്ത് ഒരു വാണിജ്യ ഉൽപ്പന്നം, പ്രധാനപ്പെട്ട ഒരു വാണിജ്യ ഉൽപ്പന്നമായിരുന്നു കരിമ്പ്. Apart from agriculture, metal work was also developed. ഈ അഗ്രികൾച്ചർ മാത്രമല്ല, അതേ സമയത്ത് ലോഹപ്പണിയും എന്ത് ചെയ്തിട്ടുണ്ട്, ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, വികാസം പ്രാപിച്ചിട്ടുണ്ട്. ദെൻ പേൾ ആൻഡ് കൊറൽ വർ കളക്റ്റഡ് ഫ്രം ദ സീഷോർ ആൻഡ് എക്സ്പോർട്ടഡ് ടു ഫോറിൻ കൺട്രീസ്. അതായത് മുത്തും പവിഴമൊക്കെ ശേഖരിച്ചിട്ട് വിദേശത്തൊക്കെ കയറ്റുമതിയൊക്കെ ചെയ്തിരുന്നു എന്ന് പറയുന്നു. ഓക്കെ, ഇത്തരത്തിൽ വാണിജ്യ മേഖലയിലും ഒരുപാട് വികസനം ഉണ്ടായിട്ടുണ്ട്, ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. നമുക്ക് അതൊന്ന് മനസ്സിലാക്കാം. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറേ ഉണ്ട്. ഞാൻ ആവശ്യമുള്ള പോയിന്റ്സ് കുറച്ചെടുത്താണ് കേട്ടോ. ഓക്കെ, ഒബ്സർവ് ദ മാപ്പ് ആൻഡ് ഐഡൻറ്റിഫൈ ദ ലാൻഡ്സ് വിത്ത് വിച്ച് ദ ചോള കിങ്ഡം ഹാഡ് ട്രേഡ് റിലേഷൻസ്. അപ്പോൾ അടുത്ത ചോദ്യം ഇതാണ്, നമ്മൾ ഭൂപടം നോക്കുക. ആ ഭൂപടം നോക്കിയിട്ട് ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 114 ഭൂപടം ഉള്ളത്, 15 ഈ ചോദ്യം ഉള്ളത് കേട്ടോ. അത് ടെക്സ്റ്റ് ബുക്ക് പേജ് 115 ഞാനവിടെ പേജ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ആണ് പേജ് നമ്പർ 115. മാപ്പ് തൊട്ടപ്പുറത്തെ മാപ്പ് പേജ് നമ്പർ 114 നോക്കുക. അപ്പോൾ ആ മാപ്പ് നോക്കിയിട്ട് നമ്മളോട് ഏതൊക്കെ നാടുകളുമായിട്ടാണ് ചോള രാജ്യത്തിന് വാണിജ്യ ബന്ധം ഉണ്ടായിരുന്നതെന്നാണ് ചോദിക്കുന്നത്. നമുക്ക് ആ മാപ്പ് നോക്കുമ്പോൾ മനസ്സിലാകും ഏതൊക്കെയാണ്. സുമാത്ര, മലേഷ്യ, കംബോഡിയ, വിയറ്റ്നാം, ഇന്തോനേഷ്യ, തായ്ലാൻഡ്. ഇതാണ് വാണിജ്യ ബന്ധമുണ്ടായിരുന്ന നഗരങ്ങൾ. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ പേജ് നമ്പർ 115 അടുത്ത ചോദ്യം ഇതാണ്, അസസ് ദ റോൾ പ്ലേഡ് ബൈ ടെമ്പിൾസ് ഇൻ ദ സോഷ്യോ എക്കണോമിക് ലൈഫ് ഓഫ് ദ ചോള കിങ്ഡം. ചോള രാജ്യത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക ജീവിതത്തിൽ ക്ഷേത്രങ്ങൾ വഹിച്ച പങ്ക് വിലയിരുത്തുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയ ഭാഗമാണ്. അപ്പോൾ അതായത് ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ്സ് നോക്കുക. ഒന്ന്, ദ ടെമ്പിൾസ് ഓഫ് ദാറ്റ് പീരീഡ് വർ ഓൾസോ വെരി റിച്ച്. The world famous Brihadeshwara temple were built during the reign of Rajaraja Chola. അപ്പോൾ നമുക്കറിയാം ആ കാലഘട്ടത്തിലെ അമ്പലങ്ങളൊക്കെ ക്ഷേത്രങ്ങളൊക്കെ വളരെ സമ്പന്നമായിരുന്നു. അത് നമുക്ക് ചോള കിങ്ഡം എന്ന് പറയുമ്പോൾ ആ കാലഘട്ടത്തിൽ ഏറ്റവും ഫേമസ് ആയിട്ട് പറയാനുള്ള ഒരു ടെമ്പിളാണ് ബൃഹദേശ്വര ടെമ്പിൾ. വേൾഡ് ഫേമസ് ആയ ബൃഹദേശ്വര ടെമ്പിൾ രാജരാജ ചോളൻ്റെ കാലഘട്ടത്തിലാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ദ റിച്ച് എക്സ്ചക്കർ ഇൻസ്പയർഡ് ദ കിങ്സ് ടു ബിൽഡ് ടെമ്പിൾസ്. അപ്പോൾ ക്ഷേത്രത്തിന് എന്തുണ്ട്, സമ്പന്നമായ ഖജനാവ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ സമ്പന്നമായ ഖജനാവ് രാജാക്കന്മാരെ ക്ഷേത്ര നിർമ്മാണത്തിന് പ്രേരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഹോസ്പിറ്റൽ ഫങ്ഷൻഡ് അലോങ് വിത്ത് ടെമ്പിൾ. അതുപോലെ തന്നെ ക്ഷേത്രത്തോട് ചേർന്നിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആശുപത്രികളൊക്കെ പ്രവർത്തിച്ചിരുന്നു എന്ന് പറയുന്നു. എ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ വർ എംപ്ലോയിഡ് ഇൻ കണക്ഷൻ വിത്ത് കൺസ്ട്രക്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ദ ടെമ്പിൾ. അതുപോലെ തന്നെ ഈ അമ്പലത്തിൻ്റെ പരിപാലനത്തിനും അവിടുത്തെ പ്രവർത്തികൾക്കൊക്കെ ആയി വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ അമ്പലത്തിൻ്റെ നിർമ്മാണം എന്നിവയൊക്കെയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ആൾക്കാർ അവരുടെ ജീവിതം അതുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. അവരുടെ ജീവിത മാർഗ്ഗമായിരുന്നു അതെന്ന് പറയാം. ആർട്ടിസൻസ് ആൻഡ് ക്രാഫ്റ്റ്സ്മെൻസ് ഡിപ്പെൻഡ് ഓൺ ദ ടെമ്പിൾസ് ഫോർ ദെയർ ലൈവ്ലിഹുഡ്. അതുപോലെ തന്നെ ഈ കൈത്തൊഴിലുകാരും അതുപോലെ തന്നെ കരകൗശല വിദഗ്ധരൊക്കെ അവരുടെ ഉപജീവനത്തിനായിട്ട് ക്ഷേത്രങ്ങളെ ആശ്രയിച്ചിരുന്നു. ഓക്കെ, അപ്പോൾ മക്കളെ നമ്മുടെ അടുത്ത ചോദ്യം പേജ് നമ്പർ 116 ക്വസ്റ്റ്യൻ ആണ്. അവിടെ നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ശ്രദ്ധിക്കുക. ഡിസ്കസ് ദ റോൾ പ്ലേഡ് ബൈ ദ ചോളാസ് ഇൻ സ്പ്രെഡിങ് ദ തമിഴ് ലാംഗ്വേജ് ആൻഡ് ദ കൾച്ചർ ഓഫ് സൗത്ത് ഇന്ത്യ ടു സൗത്ത് ഈസ്റ്റ് ഏഷ്യ ആൻഡ് ദ ഇമ്പാക്ട് ഓൺ ദ ലൈഫ് ഓഫ് ദ പീപ്പിൾ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ. അതായത് ദക്ഷിണേന്ത്യയുടെ സംസ്കാരവും തമിഴ് ഭാഷയും തെക്ക് കിഴക്കേഷ്യയിലേക്ക് വ്യാപിപ്പിക്കുന്നതിൽ ചോളന്മാർ വഹിച്ച പങ്കും അവ തെക്ക് കിഴക്കേഷ്യയുടെ ജനജീവിതത്തിൽ ചെലുത്തിയ സ്വാധീനവും ചർച്ച ചെയ്യുക എന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ ആൻസർ നോക്കാം. പോയിൻ്റായിട്ട് എഴുതിയിട്ടുണ്ട്. ദ ചോളാസ് മെയിൻറ്റെയിൻഡ് ട്രേഡ് റിലേഷൻ വിത്ത് അവർ നൈബറിംഗ് കൺട്രീസ് ലൈക്ക് ശ്രീലങ്ക. നമ്മൾ പഠിച്ചതാണ് അല്ലേ. നമ്മുടെ അയൽ രാജ്യമായ ശ്രീലങ്കയായിട്ട് ചോളന്മാർക്ക് എന്തുണ്ടായിരുന്നു, വാണിജ്യ ബന്ധം ഉണ്ടായിരുന്നു. ഇൻ ശ്രീലങ്ക ദേ ഹാഡ് എസ്റ്റാബ്ലിഷ് ദെയർ പൊളിറ്റിക്കൽ ഡൊമിനേഷൻ ഇൻ അഡീഷൻ ടു ട്രേഡ് റിലേഷൻ. അവിടെ വാണിജ്യബന്ധം മാത്രമല്ല ഉണ്ടായിരുന്നത്, പിന്നെന്താണ്, അവരുടെ ആധിപത്യവും അവിടെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ദ ചോള ഇൻസ്ക്രിപ്ഷൻസ് ആർ വെൽ
Chola inscription as well as Sri Lankan literary works like Mahavamsha and Cholavamsha confirm this. നമുക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാകുന്നത്, അതായത് ചോളന്മാരുടെ ആധിപത്യം എവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് അവിടുത്തെ ലിഖിതങ്ങളിൽ നിന്നാണ്. എന്താണ് മഹാവംശം, ചൂളവംശം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ശ്രീലങ്കൻ കൃതികളിൽ നിന്ന് ഇത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ദെൻ സൗത്ത് ഇന്ത്യാസ് റിലേഷൻഷിപ്പ് വിത്ത് സൗത്ത് ഈസ്റ്റ് ഏഷ്യ ബിക്കേം വെരി ക്ലോസ് അണ്ടർ ചോളാസ്. അതുപോലെ തന്നെ ഈ തെക്കിഴക്കേഷ്യയുമായിട്ട് ദക്ഷിണേന്ത്യക്ക് ഉണ്ടായിരുന്ന ബന്ധം ഏറ്റവും ദൃഢമായത് ഏത് കാലഘട്ടത്തിലായിരുന്നു? ചോളന്മാരുടെ കാലഘട്ടത്തിലായിരുന്നു. In addition to traders, the Buddhist and Hindu sages and scholars traveled frequently from Cholanadu to Sumatra, Java and Malaysia. അപ്പോൾ നമ്മളവിടെ കുറച്ച് സ്ഥലങ്ങളുടെ പേര് പറയുന്നുണ്ട്. ഏതൊക്കെയായിരുന്നു? സുമാത്ര, ജാവ, മലേഷ്യ. ഈ സ്ഥലങ്ങളിലേക്കൊക്കെ ചോളനാട്ടിൽ നിന്ന് കച്ചവടക്കാർ മാത്രമല്ല ആരൊക്കെ പോയിട്ടുണ്ടായിരുന്നു? ഈ ബുദ്ധ ഹൈന്ദവ സന്യാസിമാരും അതുപോലെ സ്കോളാസ്, പണ്ഡിതന്മാരൊക്കെ ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഓൾസോ ദീസ് ട്രാവൽസ് റിസൾട്ടഡ് ഇൻ ദ സ്പ്രെഡ് ഓഫ് ലാംഗ്വേജ്. ഇതിലൂടെ എന്ത് സംഭവിക്കുന്നുണ്ട്? ഈ യാത്രയിലൂടെ ഭാഷയും ലാംഗ്വേജ് കൂടാതെ റിലീജിയൻ, മതവും അതുപോലെ തന്നെ ഐഡിയാസ്, അവരുടെ ആശയങ്ങൾ ആൻഡ് ആർക്കിടെക്ചർ ഓഫ് ദ ചോള കിങ്ഡം ഇൻ ദോസ് ലാൻഡ്സ്. അവിടെ വാസ്തുശില്പ, അതായത് ചോള കിങ്ഡത്തിലെ വാസ്തുശില്പകലയൊക്കെ ആ നാട്ടിലേക്ക് വ്യാപിക്കാൻ വേണ്ടി കാരണമായിട്ടുണ്ട്. ഇത്രയും പോയിന്റ്സ് ആണ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ചോള റൂളാണ്, ചോള ഭരണം. അപ്പോൾ അതൊന്ന് ശരിക്കും മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ ഏതെങ്കിലും ഭരണമായിട്ട് കമ്പയർ ചെയ്യാൻ വരുന്ന സമയത്ത് നമുക്കിത് മനസ്സിലാക്കിയാൽ പെട്ടെന്ന് എഴുതാൻ പറ്റും. അത് ചാലൂക്യ ഭരണമൊക്കെ വെച്ച് ഒരു കമ്പാരിസൺ ഒരു ചോദ്യം വരുന്നുണ്ട്, അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നോക്കുക. പോയിന്റ്സ് ആയിട്ട് നമുക്ക് പറയാം. എ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് അസിസ്റ്റഡ് ദ കിങ് ഇൻ അഡ്മിനിസ്ട്രേഷൻ. രാജാവിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു മന്ത്രിമാരുടെ ഒരു സമിതി ഉണ്ടായിരുന്നു. ഓക്കെ, എ ചോളാസ് ഹാഡ് എ വെരി സ്ട്രോങ് ആർമി ഇൻക്ലൂഡിങ് എ നേവി. അതായത് ചോളന്മാർക്ക് എന്തുണ്ടായിരുന്നു? ശക്തമായൊരു സൈന്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നാവികപ്പടയും കൂടി ഉണ്ടായിരുന്നു. ദ കിങ്ഡം വാസ് ഡിവൈഡഡ് ഇൻ ടു മണ്ഡലംസ് വളനാടു, നാടു ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ്. അപ്പം അവിടെ അവിടുത്തെ കിങ്ഡം എന്തായിട്ട് ഡിവൈഡ് ചെയ്തു? രാജ്യഭരണത്തിൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ട് മണ്ഡലങ്ങൾ, വളനാട്, നാട് എന്നിങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ ദ റൂളേഴ്സ് ബിൽറ്റ് മെനി റോഡ്സ് ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് ട്രേഡ് ആൻഡ് മൂവ്മെൻറ്റ് ഓഫ് ദി ആർമി. അപ്പം ഭരണാധികാരികൾ ട്രേഡിൻ്റെ, അതായത് കച്ചവട പുരോഗതിക്കും അതുപോലെ തന്നെ സൈന്യത്തിൻ്റെ സഞ്ചാരത്തിനും വേണ്ടിയിട്ട് ഒരുപാട് പാതകൾ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ ഇൻ അഡീഷൻ ടു ലാൻഡ് ടാക്സ്, ഫോറസ്റ്റ്, മൈൻസ് ആൻഡ് സാൾട്ട്സ് വെർ ഓൾസോ ടാക്സ്ഡ്. അപ്പോൾ ഇവിടെ നമ്മളെന്താ സാധാരണ നികുതിയുടെ കാര്യം പറയുന്ന സമയത്ത് ഇവിടെ ഭൂനികുതിക്ക് പുറമെ ഫോറസ്റ്റ്, വനങ്ങൾ, ഖനികൾ, അതുപോലെ സാൾട്ട്, ഇതിൻ്റെയൊക്കെ മുകളിൽ നികുതി ചുമത്തിയിട്ടുണ്ടായിരുന്നു. ദെൻ സെയിൽ ടാക്സ് ആൻഡ് പ്രൊഫഷണൽ ടാക്സ് വെർ ഓൾസോ കളക്റ്റഡ്. എന്തൊക്കെയാണ്? കച്ചവട നികുതിയും തൊഴിൽക്കരവും പിരിച്ചിരുന്നു എന്നാണ് പറഞ്ഞത്. ദെൻ ദ അൺപെയ്ഡ് സർവീസ് കോൾഡ് വെറ്റി വാസ് ഓൾസോ കൺസിഡേർഡ് ഈക്വൽ ടു ടാക്സ്. അതായത് വെറ്റി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു നികുതിയുണ്ട്. അത് വേതനമില്ലാത്ത അധ്വാനത്തെയാണ് നികുതിയായിട്ട് കണക്കാക്കുക. അതായത് വേതനം വാങ്ങാതെ കൊടുക്കുന്ന അധ്വാനത്തിന് വെറ്റി എന്ന പേരിലുള്ള നികുതിയായിട്ടാണ് കണക്കാക്കുക. ടാക്സിന് ഈക്വൽ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ചോള വില്ലേജ് ഓട്ടോണമി. നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാം എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. മെനി റെക്കോർഡ്സ് ഓഫ് ദ ടൈം ഗിവ് എവിഡൻസ് റിഗാർഡിംഗ് വില്ലേജ് സെൽഫ് ഗവേണൻസ് അണ്ടർ ദ ചോളാസ്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എമംഗ് ദം ഇസ് ഉത്തരമേരൂർ ഇൻസ്ക്രിപ്ഷൻ. അതായത് ചോളന്മാരുടെ ഗ്രാമ സ്വയംഭരണത്തെക്കുറിച്ച് അക്കാലത്തിൽ നിരവധി ലിഖിതങ്ങൾ ഉണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ലിഖിതമാണ് ഉത്തരമേരൂർ ഇൻസ്ക്രിപ്ഷൻ. ഓക്കെ, ഉത്തരമേരൂർ ലിഖിതം. അപ്പോൾ അത് ആ പേരൊന്ന് ഓർത്ത് വെക്കുക. അതിൽ പറയുന്ന കാര്യങ്ങൾ എന്താ? 2 types of councils called Ur and Sabha existed during that period. ആ കാലഘട്ടത്തിൽ 2 തരത്തിലുള്ള സഭകൾ ഉണ്ടായിരുന്നു. എന്താ പേര്? ഊർ എന്നും സഭ എന്നീ പേരിലുള്ള 2 സഭകളായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, ദേ ഹാഡ് ഓട്ടോണമസ് പവർ. അവർക്ക് എന്തുണ്ടായിരുന്നു? സ്വയംഭരണാധികാരം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഓക്കെ, ഇതാണ് നമ്മൾ ചോള വില്ലേജ് ഓട്ടോണമിയിലെ ചോള ഗ്രാമ സ്വയംഭരണത്തിൽ പറയുന്ന 2 സഭകൾ, ഊരും സഭയും. അതിൽ ഊർ ജനങ്ങളുടെ പൊതുസഭയാണെന്നും സഭ എന്ന് പറയുന്നത് ബ്രാഹ്മണ ഗ്രാമങ്ങളിലെ മുതിർന്നവരുടെ സഭയാണെന്നും നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അത് ഓർത്ത് നോക്കാം. ഓക്കെ, ദ മെയിൻ്റനൻസ് ഓഫ് പോണ്ട്സ്, വെൽസ്, റോഡ്സ് was the responsibility of the local administrative bodies. The growth of the feudalism constrained the activities of these local bodies. അതുപോലെ തന്നെ അവരുടെ ചുമതലകളായിട്ട് പറയുന്നത് കുളങ്ങൾ, കിണർ, റോഡ്, ഇതിൻ്റെയൊക്കെ പരിപാലന ചുമതലയൊക്കെ ഈ പറഞ്ഞ ലോക്കൽ ബോഡീസ്, ഈ പ്രാദേശിക ഭരണകൂടങ്ങൾക്കായിരുന്നു. പക്ഷേങ്കിൽ പിന്നീട് നാടുവാഴി വ്യവസ്ഥയുടെ വളർച്ച ഈ സഭയുടെ പ്രവർത്തനങ്ങളെ പരിമിതപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഫ്യൂഡലിസത്തിൻ്റെ വളർച്ച ഇതിനെ കൺസ്ട്രെയിൻഡ് ആയി പോയി എന്നാണ് പറയുന്നത്. മീൻസ് അതിൻ്റെ പരിമിതപ്പെട്ടു പോയി ഈ പറഞ്ഞ സഭയുടെയും ഊറിൻ്റെ ഒക്കെ വളർച്ച എന്നാണ് പറയുന്നത്. ഇതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട പോയിന്റ്. നെക്സ്റ്റ് അവിടെ തന്നെ നമുക്ക് പേജിൽ തന്നെ കാണാം ചോള സൊസൈറ്റി. ദ സൊസൈറ്റി
ഓഫ് ദ ചോള കിങ്ഡം വാസ് നോട്ട് ഈഗൽറ്റേറിയൻ. അപ്പോൾ ചോള രാജ്യത്തെ സമൂഹം എന്താണ്, തുല്യതയിൽ ഊന്നിയിട്ടുള്ളതായിരുന്നില്ല, സമത്വാധിഷ്ഠിതമായിരുന്നില്ല. അവിടെ എന്തുണ്ടായിരുന്നു പറഞ്ഞത്, കാസ്റ്റ് സിസ്റ്റം ആൻഡ് സെവറൽ ഹയറാർക്കീസ് എക്സിസ്റ്റഡ്. ജാതി വ്യവസ്ഥ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടുത്തെ ഹയറാർക്കീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു അധികാര ശ്രേണി അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ ബ്രാഹ്മിൻസ് വർ ദ ഹയസ്റ്റ് സെക്ഷൻ ഇൻ ദ സൊസൈറ്റി. അവിടുത്തെ ഏറ്റവും ഹയസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത്, സമൂഹത്തിലെ ഏറ്റവും ഉയർന്ന വിഭാഗം എന്ന് പറയുന്നത് ബ്രാഹ്മണരായിരുന്നു. ദർ വർ മെനി ലാൻഡ്ലെസ് അഗ്രികൾച്ചർ വർക്കേഴ്സ് ആൻഡ് സ്ലേവ്സ് ലേബേഴ്സ് ഇൻ ദ സൊസൈറ്റി. പിന്നെ ഇവിടെ പറയുന്നത് സ്വന്തമായിട്ട് കൃഷിഭൂമിയൊന്നും ഇല്ലാത്ത കർഷക തൊഴിലാളികളും അടിമ വേല ചെയ്യുന്നവരും ഒരുപാട് അവിടെ ഉണ്ടായിരുന്നു. ഇതാണ് ചോള സൊസൈറ്റിയെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ള പോയിന്റ്സ്. നെക്സ്റ്റ്, ദ ചാലൂക്യന്മാരെ കുറിച്ച് എഴുതാൻ ചോദിച്ചാൽ നമ്മൾ ആദ്യം പറയുന്ന പോയിന്റ് എന്താ, ദേ റൂൾഡ് സൗത്ത് ഇന്ത്യ ആൻഡ് ഡെക്കാൻ ഫ്രം ദ 6th to the 12th century CE. അതായത് CE 6ാം നൂറ്റാണ്ട് മുതൽ 12ാം നൂറ്റാണ്ട് വരെ ദക്ഷിണേന്ത്യയിലും ഡെക്കാനിലുമായിട്ട് ഭരണം നടത്തിയവരാണ് ആര്, ചാലൂക്യന്മാർ. ഓക്കെ, ദെൻ ദേ മെയിൻലി ഫോക്കസ്ഡ് എ പവർ ഇൻ പ്ലേസസ് ലൈക്ക് വെങ്കി, വാതാപി, കല്യാണി. അവർ എവിടെ കേന്ദ്രീകരിച്ചാണ് മെയിൻലി ഫോക്കസ് ചെയ്ത സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് വിചാരിച്ചാൽ വെങ്കി, വാതാപി, കല്യാണി എന്നീ സ്ഥലങ്ങളാണ്. ദേ കൺസ്ട്രക്റ്റഡ് മെനി ടെമ്പിൾസ്. അവർ ഒരുപാട് ക്ഷേത്രങ്ങൾ നിർമ്മിച്ചു. പുലികേശി സെക്കൻഡ് വാസ് ദ മോസ്റ്റ് നോട്ടബിൾ ചാലുക്യ റൂളർ. ആ റൂളറുടെ പേരോർത്ത് വെക്കുക, പുലികേശി സെക്കൻഡ് വാസ് ദ മോസ്റ്റ് നോട്ടബിൾ ചാലുക്യ റൂളർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഹൗ ഡിഡ് ദ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് സൗത്ത് ഇന്ത്യ ഇൻഫ്ലുവൻസ് ടെമ്പിൾ കൺസ്ട്രക്ഷൻ ഓഫ് ദ ചാലൂക്യാസ്? ദക്ഷിണേന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ ചാലൂക്യരുടെ ക്ഷേത്ര നിർമ്മാണത്തെ എങ്ങനെ സ്വാധീനിച്ചു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ആ പോയിന്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ക്ഷേത്ര നിർമ്മാണം, പിന്നെ ഏതൊക്കെ ക്ഷേത്രങ്ങളാണെന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് മാത്രം എടുക്കുന്ന സമയത്ത് ലാസ്റ്റത്തെ പോയിന്റ് മാത്രം ഉൾപ്പെടുത്തിയാൽ മതി. ഓക്കെ, ഇൻ ദ ബിഗിനിങ് ചാലൂക്യാസ് കൺസ്ട്രക്റ്റഡ് റോക്കറ്റ് ടെമ്പിൾസ് ബട്ട് ലേറ്റർ ഷിഫ്റ്റഡ് ടു സ്ട്രക്ചേർഡ് ടെമ്പിൾസ്. അതാണ് നമ്മൾ ആദ്യം പറയുന്നത്. എന്താണ്, ദ ബിഗിനിങ് ദേ കൺസ്ട്രക്റ്റഡ് റോക്കറ്റ് ടെമ്പിൾസ് ബട്ട് ലേറ്റർ ഷിഫ്റ്റഡ് ടു സ്ട്രക്ചേർഡ് ടെമ്പിൾ. ആദ്യം ചാലൂക്യർ നിർമ്മിച്ചത് റോക്കറ്റ് ടെമ്പിൾസ് ആയിരുന്നു, പിന്നീട് എന്താണ് ഘടനാക്ഷേത്രങ്ങൾ സ്ട്രക്ചേർഡ് ടെമ്പിൾസിലേക്ക് മാറി എന്ന് പറയുന്നു. ഓക്കെ, പിന്നെ ക്ഷേത്രങ്ങളുടെ പേരാണ് നമ്മൾ പറയുന്നത്. ദ മെഗുട്ടി ജൈന ടെമ്പിൾ ഓഫ് ഐഹോൾ ഇൻ കർണാടക ആൻഡ് ദ വിരൂപാക്ഷ ടെമ്പിൾ ഓഫ് പട്ടഡിക്കൽ ആർ എക്സാമ്പിൾ ഓഫ് സ്ട്രക്ചറൽ ടെമ്പിൾസ് ഓഫ് ദി ചാലൂക്യാസ്. അപ്പോൾ കർണാടകത്തിലെ ഐഹോളിലെ മെഗൂട്ടി ജൈനക്ഷേത്രവും പട്ടടക്കലിലെ വിരൂപാക്ഷ ക്ഷേത്രമൊക്കെ ചാലൂക്യരുടെ സ്ട്രക്ചർ ടെമ്പിളിൻ്റെ അല്ലെങ്കിൽ ഘടനാക്ഷേത്രത്തിൻ്റെ ഉദാഹരണങ്ങളായിട്ടാണ് പറയുന്നത്. ഓക്കെ, കാവിങ്സ് ക്യാൻ ബി സീൻ ഓൺ ദ പില്ലേഴ്സ് ദാറ്റ് സപ്പോർട്ട് ദ റൂഫ് ഓഫ് ദി ടെമ്പിൾ. അപ്പോൾ നമുക്ക് അവിടെ എന്ത് കാണാൻ പറ്റും, കൊത്തുപണികൾ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ക്ഷേത്രങ്ങളുടെ മേൽക്കൂടിയെ താങ്ങി നിർത്തുന്ന തൂണുകളിലാണ് ഈ കൊത്തുപണികൾ ഉണ്ടാവുക. ഓക്കെ, ദെൻ ദേ റിഫ്ലക്റ്റഡ് ദ ദ്രാവിഡൻ സ്റ്റൈൽ വിച്ച് വാസ് ദ ലോക്കൽ ട്രഡീഷണൽ സ്റ്റൈൽ ഓഫ് സൗത്ത് ഇന്ത്യ. അപ്പം അവിടെ വേറെ ഇവിടെ പറയാൻ പറ്റുന്നത് ദക്ഷിണേന്ത്യയിലെ പ്രാദേശിക പരമ്പരാഗത ശൈലിയായ ദ്രാവിഡ ശൈലിയാണ് ഇവിടെ നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യപ്പെടുന്നതെന്നും പറയുന്നു. ഓക്കെ, ദെൻ the main feature of Dravidian architecture style was the use of rocket stone for construction. അപ്പം അതിൻ്റെ മെയിൻ ഫീച്ചറായിട്ട് ഇവിടെ പറയാം, ദ്രാവിഡൻ ശൈലിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പാറക്കല്ല് കൊണ്ടുള്ള നിർമ്മിതിയായിരുന്നു. ഇതാണ് അതിൻ്റെ മുഖ്യമായ സവിശേഷത എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് അവർക്ക് പാറക്കല്ലുകൾ ലഭിച്ചിട്ടുള്ളത്. പ്ലെൻറ്റി ഓഫ് റോക്സ് വർ ഒബ്റ്റൈൻഡ് ഫ്രം ദ വെസ്റ്റേൺ ഗഡ്സ് ആൻഡ് ഡെക്കാൻ പ്ലാറ്റ്യൂ. സ്കിൽഫുൾ സ്കൾച്ചേഴ്സ് കാവ്ഡ് ബ്യൂട്ടിഫുൾ ടെമ്പിൾസ് ഔട്ട് ഓഫ് നാച്ചുറൽ റോക്സ്. അതായത് സഹ്യപർവ്വതത്തിൽ നിന്നും അതുപോലെ തന്നെ ഡെക്കാൻ പീഠഭൂമിയിൽ നിന്നും യഥേഷ്ടം പാറക്കല്ലുകളൊക്കെ ലഭിച്ചതുകൊണ്ട് തന്നെ പ്രകൃതിദത്തമായ പാറ കൊണ്ട് നല്ല സമർത്ഥരായ ശില്പികൾ നല്ല ഭംഗിയുള്ള മനോഹരമായ ക്ഷേത്രങ്ങൾ നിർമ്മിച്ച് കൊത്തിയെടുത്തു നമുക്ക് പറയാം. അപ്പോൾ ഇതിൻ്റെ ആൻസറായിട്ട് സിമ്പിളായിട്ട് പറയണം, നമുക്ക് ആ ലാസ്റ്റത്തെ പോയിന്റ് മാത്രം ഉൾപ്പെടുത്തിയാൽ മതി. അപ്പോൾ ചാലൂക്യരുടെ കാലഘട്ടത്തെ ക്ഷേത്രങ്ങളെ കുറിച്ച് കൂടി പറയുമ്പോൾ നമുക്ക് ഈ പോയിന്റ്സ് എല്ലാം കൂടി ഉൾപ്പെടുത്തി എഴുതാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ 119 പേജിലുള്ള ചോദ്യമാണ്. അപ്പോൾ ആ ചോദ്യം കാണുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കുക, കമ്പയർ ദ ചോള ആൻഡ് ചാലൂക്യ റെയിൻസ് ബേസ്ഡ് ഓൺ ദ ഫോളോയിങ് ഹിൻസ് എന്നാണ് ചോദ്യം. അതായത് ചാലൂക്യരുടെയും അതുപോലെ തന്നെ ചോളരുടെയും ഭരണങ്ങളെ താരതമ്യം ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഞാൻ ചോള ഭരണം എടുക്കും, ചോള റൂൾ പറഞ്ഞു തരുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കി വെക്കണം, കമ്പാരിസൺ വരുമ്പോൾ അതുകൂടി ഉൾപ്പെടുത്തണമെന്ന്. ഇവിടെ നമ്മൾ ചാലൂക്യരുടെ ഭരണത്തെക്കുറിച്ച് മാത്രമാണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പം ഫസ്റ്റ് പോയിന്റ് സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷനാണ്. സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് പറയുമ്പോൾ, കേന്ദ്രീകൃത ഭരണത്തെക്കുറിച്ച് പറയുമ്പോൾ എന്താ, ദർ വാസ് നോ സെൻട്രലൈസ്ഡ് മൊണാർക്കി, ദർ വാസ് നോ സ്റ്റാൻഡിങ് ആർമി. അവിടെ എന്തുണ്ടായില്ല, ചോളന്മാരുടേതുപോലെ ഒരു കേന്ദ്രീകൃതമായ ഒരു ഭരണ സമ്പ്രദായം എവിടെ ഉണ്ടായിരുന്നില്ല, ചാലൂക്യരുടെ അടുത്ത് ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ അവർക്കൊരു സ്ഥിരമായ ഒരു സൈന്യവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ചോളന്മാർക്ക് ഇത് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഓർക്കാം. സാമന്ത റൂൾ നോക്കിയേ, ദ മൊണാർക്കി വാസ് കൺട്രോൾഡ് ബൈ ദ ടെമ്പിൾസ്, ബ്രാഹ്മിൻസ് ഹു വർ ദ ഓണേഴ്സ് ഓഫ് ദ ബ്രഹ്മദയ ലാൻഡ് ആൻഡ് ദ സാമന്താസ്. നമ്മളിവിടെ പറയുന്നത്
എന്താണ് ബ്രഹ്മദേയ ഭൂമിയുടെ ഉടമകളായ ബ്രാഹ്മണർ, സാമന്തർ എന്നിവരാൽ നിയന്ത്രിതമായ ഒരു രാജവാഴ്ചയായിരുന്നു നിലനിന്നത്. പിന്നെ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ പറയുമ്പോൾ ദർ വാസ് നോ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് അസിസ്റ്റ് ദ കിങ്. ദ പവർ വാസ് എക്സൈസ്ഡ് ബൈ ദ മെമ്പർ ഓഫ് ദ റോയൽ ഫാമിലി. അപ്പോൾ നമ്മൾ ചോളരാജവംശം പറഞ്ഞ സമയത്ത് രാജാവിനെ സഹായിക്കാൻ ഒരു മന്ത്രിസഭ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ രാജാവിനെ സഹായിക്കാൻ വേണ്ടി ഒരു മന്ത്രിസഭ ഉണ്ടായിരുന്നില്ല. രാജകുടുംബാംഗങ്ങൾ തന്നെയാണ് അധികാരമൊക്കെ വിനിയോഗിച്ചിരുന്നത്. നെക്സ്റ്റ് ഇൻഫ്ലുവൻസ് ഓഫ് ടെമ്പിൾ. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ദ മെഗുട്ടി ജൈന ടെമ്പിൾ ഓഫ് ഐഹോൾ ഇൻ കർണാടക ആൻഡ് ദ വിരൂപാക്ഷ ടെമ്പിൾ ഓഫ് പട്ടടക്കൽ ആർ ഫേമസ് ടെമ്പിൾസ്. മൊണാർക്കി വാസ് കൺട്രോൾഡ് ബൈ ടെമ്പിൾസ് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ ക്ഷേത്രങ്ങളുടെ കാര്യങ്ങൾ കൂടി ഒന്ന് ഓർത്ത് വെക്കാം. ഇത്രയും കാര്യമാണ് ഇതിൻ്റെ ആൻസറായിട്ട് നമുക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ദ ട്രൈ പാർട്ടി. ത്രികക്ഷികളാണ്. ത്രികക്ഷികൾ ആരൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്? ദ പാലാസ്, ദ പ്രതിഹാരാസ്, ദ രാഷ്ട്രകൂടാസ് അല്ലേ. പാലന്മാർ, പ്രതിഹാരന്മാർ, രാഷ്ട്രകൂടർ അല്ലേ. ഇത്രയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അത് നമ്മൾ ആദ്യത്തെ ആളാരാ? പാലാസാണ്. ദ പാലാസ്, അതാണ് നമ്മളിനി പഠിക്കേണ്ടത്. ദ പാല കിങ്സ് ruled from the 8th to mid-9th century CE. Their centers of power in eastern India. Built a lot of ബുദ്ധ വിഹാരാസ്. അപ്പം പാലരാജാക്കന്മാരെ കുറിച്ച് പറയുമ്പോൾ CE 8ാം നൂറ്റാണ്ട് മുതൽ 9ാം നൂറ്റാണ്ടിൻ്റെ പകുതി വരെ കിഴക്കേ ഇന്ത്യ, ബംഗാൾ കേന്ദ്രമാക്കി ഭരിച്ച ഈ പാലരാജാക്കന്മാരെ നിരവധി ബുദ്ധവിഹാരങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഏത് നൂറ്റാണ്ട് മുതൽ ഏത് നൂറ്റാണ്ട് വരെയാ? 8ാം നൂറ്റാണ്ട് മുതൽ 9ാം നൂറ്റാണ്ടിൻ്റെ പകുതി വരെ, 8th to mid-19th century വരെയാണ് ഭരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അവർ ഒരുപാട് ബുദ്ധവിഹാരങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട് പറഞ്ഞു. അതിൽ ഫേമസ് ആയ രാജാവിൻ്റെ പേര് പറയാണ് ധർമ്മപാല വാസ് വൺ എമംഗ് ദ ഇമ്പോർട്ടൻറ്റ് റൂളേഴ്സ് ഹു റീബിൽഡ് ദ നളന്ദ യൂണിവേഴ്സിറ്റി. അപ്പോൾ നളന്ദ സർവകലാശാലയെ പുനരുദ്ധരിച്ച ഭരണാധികാരികളിൽ പ്രധാനിയായിരുന്നു ആര്? പാലരാജാവായ ധർമ്മപാലൻ. ഹി ഗ്രാൻഡഡ് 200 വില്ലേജസ് ടുവാർഡ്സ് മീറ്റിംഗ് ദ എക്സ്പെൻസ് ഓഫ് നളന്ദ. അതായത് അദ്ദേഹം 200 ഗ്രാമങ്ങൾ ദാനം നൽകിയിട്ടുണ്ടായിരുന്നു നളന്ദയുടെ ചെലവിലേക്കായിട്ട്. ഓക്കെ, ഹി ബിൽറ്റ് വിക്രമശില യൂണിവേഴ്സിറ്റി ഇൻ മഗധ ഓൺ ദ ടോപ്പ് ഓഫ് എ ഹിൽ ഓൺ ദ ബാങ്ക്സ് ഓഫ് ദ ഗംഗ വിത്ത് ദ എയിം ഓഫ് സ്പ്രെഡിങ് നോളജ്. അതുപോലെ തന്നെ മഗധയിൽ ഗംഗാനദിയുടെ തീരത്തെ ഒരു കുന്നിൻ്റെ മുകളിൽ വിജ്ഞാനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി അദ്ദേഹം എന്ത് യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചു? വിക്രമശില സർവകലാശാല സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. Okay, then they established relationship with neighboring country Tibet. As a result, many Buddhist followers came to Nalanda and Vikramashila for studies. അതുപോലെ അയൽനാടുമായ ടിബറ്റുമായിട്ട് അവർ ഒരു ബന്ധം സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഫലമായിട്ട് നിരവധി ബുദ്ധമതാനുയായികൾ എങ്ങോട്ട് വന്നു? പഠനത്തിനായിട്ട് നളന്ദയിലേക്ക് വരികയും വിക്രമശിലയിലേക്കും നളന്ദയിലേക്കും വരികയുണ്ടായി. ഓക്കെ, ഇത്രയും കാര്യമാണ് നമുക്ക് പാലരാജാക്കന്മാരെ കുറിച്ച് പറയുമ്പോൾ ആദ്യത്തെ പോയിന്റ്സ്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ദ പ്രതിഹാരാസ്. അപ്പോൾ നമ്മൾ ട്രൈ പാർട്ടി എന്ന് പറഞ്ഞൊരു ചോദ്യം വന്നാൽ ഈ 3 രാജവംശങ്ങളെയും പറയണം. അല്ലാതെ ഓരോന്നോരോന്നായിട്ട് വന്നാൽ ഇങ്ങനെയും പഠിച്ചു നോക്കാം കേട്ടോ. എല്ലാം കംപ്ലീറ്റ് പഠിച്ചു വെച്ചാൽ നമുക്ക് എഴുതാനും ബുദ്ധിമുട്ടുണ്ടാവില്ല. നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പം ദ പ്രതിഹാരാസ് വേർ റൂൾഡ് ദ വെസ്റ്റേൺ പാർട്ട് ഓഫ് നോർത്ത് ഇന്ത്യ ദ പീരീഡ് 8th to 10th century CE. അതായത് CE 8ാം നൂറ്റാണ്ട് മുതൽ 10ാം നൂറ്റാണ്ട് വരെ ഉത്തരേന്ത്യയുടെ പടിഞ്ഞാറൻ പ്രദേശം ഭരിച്ചവരായിരുന്നു ആര്? പ്രതിഹാരന്മാർ. അതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഭരണാധികാരി എന്ന് പറയുന്നത് ഭോജനാണ്. ഓക്കെ, ഏറ്റവും ശ്രദ്ധേയനായ ഭരണാധികാരി എന്ന് പറഞ്ഞാൽ ഭോജനാണ്. ഭോജ വാസ് ദ പ്രൊമിനൻറ്റ് പ്രതിഹാര റൂളർ. ദേ പ്രൊമോട്ടഡ് ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ. അവർ കലയും സാഹിത്യത്തെയും പ്രോത്സാഹിപ്പിച്ചിരുന്നു. അതുപോലെ ദ സംസ്കൃത് പോയറ്റ് ആൻഡ് പ്ലേ റൈറ്റ് രാജശേഖരൻ ഹു ഓതേർഡ് കാവ്യമീമാംസ ആൻഡ് കർപ്പൂര മഞ്ജരി ലിവ്ഡ് ഇൻ ദ പാലസ് ഓഫ് ദി പ്രതിഹാര. അതായത് കാവ്യമീമാംസ, കർപ്പൂര മഞ്ജരി തുടങ്ങിയ കൃതികൾ എഴുതിയ സംസ്കൃത ഭാഷയിലെ കവിയും നാടകകാരനുമായ രാജശേഖരൻ പ്രതിഹാരന്മാരുടെ കൊട്ടാരത്തിലായിരുന്നു ജീവിച്ചിരുന്നതെന്ന് പറയുന്നു. ഓക്കെ, ദേ ബിൽറ്റ് മെനി ബ്യൂട്ടിഫുൾ ടെമ്പിൾസ് ബിൽഡിങ്സ് ഇൻ കനൗജ് ഇൻ മോഡേൺ ഉത്തർപ്രദേശ്. അവരൊരുപാട് മനോഹരമായ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. ഇന്നത്തെ ഉത്തർപ്രദേശിലെ കനൗജിലാണ് ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങളൊക്കെ അവർ നിർമ്മിച്ചിട്ടുള്ളത്. ഓക്കെ, ദെൻ ഡ്യൂറിംഗ് ദ 8th and 9th century CE സ്കോളേഴ്സ് ഫ്രം ഇന്ത്യ വർ സെൻറ്റ് ടു ഡിപ്ലോമാറ്റ്സ് ടു ദ പാലസ് ഓഫ് ദ കാലിസ് ഓഫ് ബാഗ്ദാദ്. അതായത് ഏത് കാലഘട്ടത്തിലാണ്? ഡ്യൂറിംഗ് ദ 8th and 9th century CE 8-9 നൂറ്റാണ്ടുകളിൽ ഇന്ത്യയിൽ നിന്നുള്ള പണ്ഡിതരെ ബാഗ്ദാദിലെ ഖലീഫമാരുടെ കൊട്ടാരത്തിലേക്ക് നയതന്ത്ര പ്രതിനിധികളായിട്ട് ഇവിടെ അയച്ചിരുന്നു എന്ന് പറയുന്നു. ദെൻ ദേ സ്പ്രെഡ് ഇന്ത്യൻ സയൻസ് ആൻഡ് മാത്തമാറ്റിക്സ് ടു ദ അറബ് വേൾഡ്. അവരെന്താണ്? ഇന്ത്യൻ സയൻസും അതുപോലെ തന്നെ ഇന്ത്യൻ ശാസ്ത്രവും അതുപോലെ തന്നെ ഗണിതശാസ്ത്രവും അറബ് ലോകത്ത് പ്രചരിപ്പിച്ചു എന്ന് കൂടി പറയാണ്. ഓക്കെ, ഈ പോയിന്റ്സ് ഒന്ന് ഓർത്ത് വെക്കുക നമ്മൾ പ്രതിഹാരാസിനെ കുറിച്ച് എഴുതുമ്പോൾ. ദെൻ നെക്സ്റ്റ് ദ രാഷ്ട്രകൂടാസ് ആണ്. ഓക്കെ, ദ രാഷ്ട്രകൂടാസ് റൂൾഡ് ഡെക്കാൻ ആൻഡ് സൗത്ത് ഇന്ത്യ ഫ്രം ദ 8th to
10th century CE. CE 8ാം നൂറ്റാണ്ട് മുതൽ 10ാം നൂറ്റാണ്ട് വരെ ഡെക്കാനിലും ദക്ഷിണേന്ത്യയിലും ആധിപത്യം സ്ഥാപിച്ചിരുന്നവരായിരുന്നു ആര്? രാഷ്ട്രകൂടർ. ഓക്കെ, അതിൽ ഫേമസ് ആയ ഭരണാധികാരിയുടെ പേര് ഗോവിന്ദൻ തേർഡും അതുപോലെ തന്നെ അമോഘവർഷനുമാണ്. ഓക്കെ, ഇതാണ് രാഷ്ട്രകൂടന്മാരിലെ പ്രധാന ഭരണാധികാരികൾ എന്ന് പറയാം. കവിരാജമാർഗം ഇസ് എ നോട്ടബിൾ വർക്ക് റിട്ടൺ ബൈ അമോഘവർഷൻ ഇൻ കന്നഡ. അപ്പോൾ അമോഘവർഷൻ കന്നഡയിൽ എഴുതിയ പ്രധാനപ്പെട്ട ഒരു കൃതിയുടെ പേര് എവിടെ പറയാണ്? എന്താ പേര്? കവിരാജ മാർഗം എന്നാണ്. ദെൻ ദ രാഷ്ട്രകൂട റൂളേഴ്സ് ഹു മെയിൻറ്റെയിൻ റിലീജിയസ് ടോളറൻസ്. അവർ രാഷ്ട്രകൂട ഭരണാധികാരികൾ മതസഹിഷ്ണുത പുലർത്തിയിരുന്നു എന്ന് പറയുന്നു. ദെൻ പ്രൊമോട്ട് ജൈനിസം അലോങ് വിത്ത് ശൈവിസം ആൻഡ് വൈഷ്ണവിസം. അപ്പോൾ ശൈവമതത്തോടും വൈഷ്ണവമതത്തോടൊപ്പം തന്നെ അവർ ജൈന മതത്തെയും അവർ പ്രോത്സാഹിപ്പിച്ചിരുന്നു. ദേ ഓൾസോ പ്രൊവൈഡ് ഫെസിലിറ്റീസ് ഫോർ ദ മുസ്ലിം ട്രേഡേഴ്സ് ടു ട്രേഡ് ടു സെറ്റിൽ ഡൗൺ ആൻഡ് പ്രൊപ്പഗേറ്റ് ദെയർ ഫെയ്ത്ത്. അതുപോലെ തന്നെ മുസ്ലിം വ്യാപാരികൾക്ക് വ്യാപാരം നടത്താനും അവിടെ സ്ഥിരവാസത്തിനും അവരുടെ വിശ്വാസം പ്രചരിപ്പിക്കാനും ആവശ്യമായ സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ദേ പ്രൊമോട്ടഡ് ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ. അവർ കലയും സാഹിത്യത്തെയും പ്രോത്സാഹിപ്പിച്ചു. ആൻഡ് ദ റോക്കറ്റ് ടെമ്പിൾ ഓഫ് എല്ലോറ വാസ് ബിൽറ്റ് ബൈ രാഷ്ട്രകൂടാസ്. എല്ലോറയിലെ റോക്കറ്റ് ടെമ്പിൾ നിർമ്മിച്ചത് ആരുടെ കാലഘട്ടത്തിലായിരുന്നു? ഈ കൽവെട്ട് ക്ഷേത്രം നിർമ്മിച്ചത് രാഷ്ട്രകൂടന്മാരുടെ കാലഘട്ടത്തിലായിരുന്നു. ഇത്രയും കാര്യമാണ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ നമ്മളിനി നോക്കുന്നത് രാഷ്ട്രകൂടാസിൻ്റെ ഭാഗത്ത് തന്നെ കാസ്റ്റ് സിസ്റ്റം, രാഷ്ട്രകൂട കാലഘട്ടത്തിൽ ആ സമൂഹം എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ജാതി വ്യവസ്ഥ നിലനിന്നിരുന്നു, അതെങ്ങനെയായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണ്. ഫസ്റ്റ് പോയിന്റ് നോക്കുക. ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് രാഷ്ട്രകൂടാസ് ദ സൊസൈറ്റി വാസ് ഫർദർ ഡിവൈഡ് ഓൺ ദ ബേസ് ഓഫ് കാസ്റ്റ്. രാഷ്ട്രകൂട ഭരണകാലത്തിൽ സമൂഹം ജാതി വ്യവസ്ഥയിൽ അധിഷ്ഠിതമായിരുന്നു. അതുപോലെ തന്നെ ഇൻ അഡീഷൻ ടു ദ ചാതുർവർണ്ണ ദർ വർ അതർ സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റി ദാറ്റ് വാസ് സബ്ജക്റ്റ് ടു അൺടച്ചബിലിറ്റി ആൻഡ് ഡിസ്ക്രിമിനേഷൻ. അപ്പോൾ ചാതുർവർണ്ണത്തും കൂടാതെ അതിന് പുറത്ത് ഈ അയിത്തം ഇല്ലെങ്കിൽ അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മയും അതുപോലെ തന്നെ വിവേചനങ്ങൾ ഒക്കെ നേരിടുന്ന ഒരു വിഭാഗം തന്നെ അവിടെ ഉണ്ടായിരുന്നു. കാർപ്പൻറ്റേഴ്സ്, കോബ്ലേഴ്സ് ആൻഡ് ഫിഷർമാൻസ് വർ ഇൻക്ലൂഡഡ് ഇൻ ദിസ് സെക്ഷൻ. ആരൊക്കെയായിരുന്നു? മരപ്പണിക്കാർ, ചെരുപ്പ് നിർമ്മാതാക്കൾ, അതുപോലെ തന്നെ മീൻപിടുത്തക്കാർ തുടങ്ങിയവരൊക്കെ ഇതിൽ ഉൾപ്പെടുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, ദ ഡൊമിനൻറ്റ് സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റി ദ ബ്രാഹ്മിൻസ് ആൻഡ് ക്ഷത്രിയാസ് മെയിൻറ്റെയിൻ ദെയർ സ്റ്റാറ്റസ്. അപ്പോൾ അവിടെയും ആധിപത്യം ആർക്കായിരുന്നു? ബ്രാഹ്മണർക്കും ക്ഷത്രിയരും ആധിപത്യമുള്ളവരായിരുന്നു. അവരുടെ പദവി അത് എപ്പോഴും അതുപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ടായിരുന്നു. ഹവർ ദ ഫാൾ ഓഫ് ട്രേഡ് and growth of the agriculture led to the decline of the status of the Vaishyas and paved the way for the uplift of the status of the Shudras. പിന്നെ അവിടെ എടുത്തു പറയുന്ന മറ്റൊരു കാര്യം, വാണിജ്യത്തിൻ്റെ തകർച്ചയും കൃഷിയുടെ പുരോഗതിയൊക്കെ വൈശ്യരുടെ പദവിക്ക് കോട്ടം വരുത്തുകയും ശൂദ്രരുടെ സ്ഥിതി മെച്ചപ്പെടുത്തുകയും ആ കാലഘട്ടത്തിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഡൽഹി സൽത്തനത്ത്. അപ്പോൾ ഡൽഹി എങ്ങനെയാണ് സുൽത്താൻ ഭരണത്തിലേക്ക് വന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പോയിന്റ്, ഇൻ ബിഗിനിങ് ഓഫ് ദ 8th century CE ദ അറബ്സ് അറ്റാക്ക്ഡ് സിന്ധ്. അതായത് CE 8ാം നൂറ്റാണ്ടിൻ്റെ ആദ്യം അറബികൾ എന്ത് ആക്രമിച്ചു? സിന്ധ് ആക്രമിക്കുന്നു. ഓക്കെ, വിത്ത് ദിസ് ഇൻവേഷൻ അതർ കൺട്രീസ് റിയലൈസ്ഡ് ദ പൊളിറ്റിക്കൽ ആൻഡ് മിലിറ്ററി വീക്ക്നെസ് ഓഫ് ഇന്ത്യ. ഈ ആക്രമണത്തോടെ ഇന്ത്യയിലെ ഭരണാധികാരികളുടെ രാഷ്ട്രീയപരമായും സൈനികപരമായിട്ടുള്ള ദൗർബല്യങ്ങൾ അവർ മനസ്സിലാക്കിയെടുക്കുന്നു. ദെൻ ദ ടർക്കിഷ് റൂളേഴ്സ് മഹമ്മൂദ് ഗസ്നി ആൻഡ് മുഹമ്മദ് ഓഫ് ഗോർ ഇൻവാഡഡ് ഇന്ത്യ ഇൻ ദ 11th and 12th century CE. അപ്പോൾ ഗസ്നിയിലെ മഹമ്മൂദും ഗോറിലെ മുഹമ്മദും 11-12 നൂറ്റാണ്ടിൽ ഇന്ത്യയെ ആക്രമിക്കുന്നു. ഓക്കെ, ദിസ് ഇൻവേഷൻ ഗ്രാജുവലി ഗേവ് വേ ടു സൽത്തനത്ത് റൂൾ ആൻഡ് സെൻറ്റേർഡ് ഇൻ ഡൽഹി. പിന്നെ ഇങ്ങനെ കാലക്രമേണ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഡൽഹി സുൽത്താൻ ഭരണത്തിലേക്ക് മാറുവാണ്. 5 dynasties were in power during the period of Sultanate which lasted from 1206 to 1526. അതായത് 1206 മുതൽ 1526 CE വരെ ഈ ഭരണം നിലനിന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഡൽഹിയിലെ സൽത്തനത്ത് കാലത്തെ രാജവംശങ്ങളാണ് താഴെ നമ്മൾ റെഡായിട്ട് കൊടുത്തിട്ടുള്ളത്. മംലൂക്ക്, ഗൽജി, തുഗ്ലക്ക്, സയ്യിദ്, ലോധി, ഇത്രയും ഭരണാധികാരികൾ, ഇത്രയും വംശങ്ങൾ ഇവിടെ ഭരണം നടത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനുള്ള ഇമ്പോർട്ടൻറ്റ് പാർട്ട് അലാവുദ്ദീൻ ഖൽജി, അദ്ദേഹത്തിൻ്റെ മാർക്കറ്റ് കൺട്രോൾ എന്താണ് എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ചിലപ്പോൾ 1 വേർഡോ അല്ലെങ്കിൽ ചെറിയ സിമ്പിളായിട്ടുള്ള 1 മാർക്കിൻ്റെ 2 മാർക്കിൻ്റെ ഒക്കെ ചോദ്യമൊക്കെ വന്നാൽ നമുക്ക് ഇത് മാത്രം എഴുതാൻ പറ്റണം. അപ്പോൾ മനസ്സിലാക്കുക, ദിസ് പീരീഡ് വിറ്റ്നസ്ഡ് സെവറൽ എക്സ്പെരിമെൻറ്റ്സ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ്. ഈ കാലഘട്ടം അലാവുദ്ദീൻ ഖൽജിയുടെ കാലഘട്ടം അല്ലെങ്കിൽ സൽത്തനത്ത് കാലഘട്ടം എന്ന് പറയുന്നത് നിരവധി പരിഷ്കാരങ്ങൾക്കും പിന്നെ പരീക്ഷണങ്ങൾക്കും സാക്ഷ്യം വഹിച്ചൊരു കാലഘട്ടമാണ്. ദ മാർക്കറ്റ് കൺട്രോൾ എക്സിക്യൂട്ടഡ് ഡ്യൂറിംഗ് ദ റെയിൻ ഓഫ് അലാവുദ്ദീൻ ഖൽജി 1296 to 1316, അല്ല 1316 അദ്ദേഹത്തിൻ്റെ ഭരണ കാലഘട്ടമാണ്. വാസ് ഇമ്പോർട്ടൻ്റ് എമംഗ് ദം. അപ്പം ഈ കാലഘട്ടത്തിൽ എടുത്തു പറയാനുള്ളത് എന്ത് വിചാരിച്ചാൽ അലാവുദ്ദീൻ ഖൽജിയുടെ കാലഘട്ടത്തിലെ അദ്ദേഹം നടപ്പിലാക്കിയ ഒരു സുപ്രധാനമായ ഒരു തീരുമാനമായിരുന്നു
കമ്പോള നിയന്ത്രണം എന്നുള്ളത്. അപ്പോൾ എന്താണ് കമ്പോള നിയന്ത്രണം എന്നുള്ളത് നോക്കി. ഒബ്ജക്റ്റീവ് വാസ് ടു കൺട്രോൾ ദ പ്രൈസസ് ഓഫ് ഓൾ പ്രൊഡക്ട്സ് ഇൻ ജനറൽ ആൻഡ് ദ പ്രൈസസ് ഓഫ് ഫുഡ് സ്റ്റഫ് ഇൻ പെർട്ടിക്കുലർ. എല്ലാ ഉൽപ്പന്നങ്ങളുടെയും വില പൊതുവായും ഭക്ഷ്യസാധനങ്ങളുടെ വില പ്രത്യേകിച്ച് നിയന്ത്രിക്കുക എന്നായിരുന്നു അതിൻ്റെ ലക്ഷ്യം. Okay, Alauddin had to build a strong army after the Mongolian invasion. He forced to make such reform because of his concern that a large army would acquire huge sum of money to pay as salary. അപ്പം ഇവിടെ അദ്ദേഹം മംഗോളിയൻ ആക്രമണത്തെ തുടർന്ന് അലാവുദ്ദീന് ശക്തമായൊരു സൈന്യത്തെ കെട്ടിപ്പടുക്കേണ്ടി വന്നു. അപ്പോൾ ഇത്രയും വിശാലമായൊരു സൈന്യത്തിന് ശമ്പളമായിട്ട് വലിയ തുക കൊടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു മാർക്കറ്റ് കൺട്രോൾ എന്നുള്ളൊരു സുപ്രധാന തീരുമാനം അദ്ദേഹം കൊണ്ടുവരുന്നത്. ഇഫ് ദ പ്രൈസ് ഓഫ് ദ പ്രൊഡക്റ്റ് ഈസ് ലോ, ഇറ്റ് ഈസ് ഇനഫ് ടു പേ ലോ സാലറി. ഓക്കെ, അപ്പോൾ സാധനങ്ങളുടെ വില കുറവാണെങ്കിൽ ഈ സൈനികർക്ക് എന്ത് കൊടുത്താൽ മതി? ചെറിയ സാലറി കൊടുത്താൽ മതി. ആസ് എ പാർട്ട് ഓഫ് ദിസ് ഹി എസ്റ്റാബ്ലിഷ്ഡ് വെയർ ഹൗസ് ആൻഡ് പണിഷ്ഡ് ദോസ് ഹു ചാർജ്ഡ് ഹയർ പ്രൈസസ് ആൻഡ് ദ ഹോർഡർ. അതായത് ഇദ്ദേഹം ഇതിൻ്റെ ഭാഗമായിട്ട് ഇദ്ദേഹം സംഭരണശാലകൾ സ്ഥാപിക്കുന്നു, വെയർ ഹൗസ് സ്ഥാപിക്കുന്നു. അതുപോലെ ഉയർന്ന വില ഈടാക്കുന്നവരെ പണിഷ് ചെയ്യുന്നു. അതുപോലെ സാധനങ്ങൾ പൂഴ്ത്തി വെക്കുന്ന ആൾക്കാർക്ക് ശിക്ഷകളൊക്കെ കൊടുത്തു. ഇതാണ് അലാവുദ്ദീൻ ഖിൽജി ആൻഡ് ഓൾസോ ദ മാർക്കറ്റ് കൺട്രോൾ എന്നുള്ള ഭാഗവും നമുക്ക് മനസ്സിലാക്കാനുള്ള. ഓക്കെ, ഇനി നമുക്കപ്പോൾ സൽത്തനത്ത് പീരീഡിലെ അഗ്രികൾച്ചർ അഡ്വാൻസ്മെൻറ്റ്, അതുപോലെ ട്രേഡ്, അങ്ങനെ ഓരോന്നോരോന്നായിട്ട് പഠിച്ചു പോവാം. അഗ്രികൾച്ചർ അഡ്വാൻസ്മെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഫസ്റ്റ് പോയിന്റ്, ദ മെജോറിറ്റി ഓഫ് ദ പോപ്പുലേഷൻ വാസ് ഫാമേഴ്സ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് അവിടെ ജനസംഖ്യയുടെ ഭൂരിഭാഗവും ആരായിരുന്നു? കൃഷിക്കാരായിരുന്നു. ദ മൊറോക്കൻ ട്രാവലർ ഇബ്നു ബത്തൂത്ത ഹു വിസിറ്റഡ് ഇൻ ദ 14th century opined that the fertile soil of India was very suitable for agriculture. He has recorded that cultivation was done twice or thrice a year. അപ്പോൾ നമ്മൾ ഒരു മൊറോക്കൻ സഞ്ചാരിയുടെ പേര് പഠിച്ചിട്ടുണ്ട്, ഇബ്നു ബത്തൂത്ത. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ വർഷത്തിൽ 2 or 3 തവണ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ കൃഷി നടത്തുന്നുണ്ട്. ഇന്ത്യയിലെ മണ്ണ് എന്ന് പറയുന്നത് എന്താണ്? കൃഷിക്ക് അനുയോജ്യമായ നല്ല മണ്ണാണ്, എന്ന ഫെർട്ടൈലായ സോയിലാണ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതുപോലെ ഷുഗർ ഗെയിൻ, വീറ്റ്, ഇൻഡിഗോ, കോട്ടൺ, ഓയിൽ സീഡ്സ്, ഫ്രൂട്ട്സ് ആൻഡ് ഫ്ലവേഴ്സ് വർ കൾട്ടിവേറ്റഡ്. ഇവരെ കൾട്ടിവേറ്റ് ചെയ്യുന്ന എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ കരിമ്പ്, ഗോതമ്പ്, നീലം, പരുത്തി, എണ്ണക്കരുക്കൾ, പഴവർഗ്ഗങ്ങൾ, പൂക്കൾ എന്നിവയൊക്കെ കൃഷി ചെയ്തിരുന്നു എന്ന് പറയുന്നു. ദിസ് ലെഡ് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് ക്രാഫ്റ്റ്സ് ലൈക്ക് ഓയിൽ മേക്കിംഗ്, ജാഗറി മേക്കിംഗ്, വീവിങ് ആൻഡ് കളറിംഗ് ഓഫ് ടെക്സ്റ്റൈൽസ്. അതുപോലെ തന്നെ ഇവിടെ എണ്ണയാട്ടൽ, ശർക്കര ഉണ്ടാക്കൽ, തുണികളിൽ ചായം പഠിപ്പിക്കൽ, നെയ്ത്ത് തുടങ്ങിയ കൈത്തൊഴിലുകളുടെ പുരോഗതിക്ക് ഇതൊക്കെ കാരണമായിട്ടുണ്ടെന്ന് പറഞ്ഞു. ദെൻ റഹദ് ഇറിഗേഷൻ സിസ്റ്റം, നമ്മൾ ഒരു രഹദ് ജലസേചന സമ്പ്രദായമാണ്. ഇൻ വിച്ച് വാട്ടർ വാസ് ഡ്രോൺ ഫ്രം വാട്ടർ ബോഡി ഫോർ ഇറിഗേഷൻ ബൈ സ്പിന്നിങ് എ വീൽ യൂസിങ് കാറ്റിൽ വാസ് ഇൻ പ്രാക്ടീസ്. അതായത് ജലാശയത്തിൽ നിന്ന് കാലുകൾ ഉപയോഗിച്ചിട്ട് ചക്രം കറക്കി വെള്ളമെടുക്കുന്ന ഈ സമ്പ്രദായത്തെ എന്താണ്? രഹദ് ജലസേചന സമ്പ്രദായം എന്ന് പറയുന്നു. ഇതൊക്കെ കൃഷിക്ക് സഹായകമായിട്ടുണ്ട്. അപ്പോൾ കൃഷിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എഴുതേണ്ട പോയിന്റ്സ് ഇതാണ്. നെക്സ്റ്റ് സൽത്തനത്ത് കാലഘട്ടത്തിലെ ട്രേഡാണ് പറയുന്നത്. ദ ഗ്രോത്ത് ഇൻ അഗ്രികൾച്ചർ, അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റെബിലിറ്റി, ഇംപ്രൂവ്മെൻറ്റ് ഇൻ ദ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ആൻഡ് എ മോണിറ്ററി സിസ്റ്റം ബേസ്ഡ് ഓൺ ടാങ്ക ആൻഡ് ദിർഹം കോൺട്രിബ്യൂട്ടഡ് ടു ദ ഗ്രോത്ത് ഓഫ് ട്രേഡ്. അതായത് കാർഷിക രംഗത്ത് വളർച്ചയുണ്ടായി, അതേ നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതിന് പുറമെ ഭരണസ്ഥിരത ഉണ്ടാവുന്നു, ഗതാഗത സംവിധാനങ്ങളുടെ പുരോഗതി ഉണ്ടാവുന്നു, ടാങ്ക, ദിർഹം എന്ന് നാണയങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് ഒരു മോണിറ്ററി സിസ്റ്റം, ഒരു പണവ്യവസ്ഥ നിലവിൽ വരുന്നു. അതൊക്കെ കൊണ്ട് വാണിജ്യ മേഖലയിൽ ട്രേഡിൽ വളരെയധികം ഗ്രോത്ത് ഉണ്ടാവുകയാണ്. ബോത്ത് എക്സ്പോർട്ട്സ് ആൻഡ് ഇമ്പോർട്ട്സ് ഗോട്ട് സ്ട്രെങ്തൻഡ്. ഇറക്കുമതിയും കയറ്റുമതിയും സ്ട്രെങ്തനായി. അപ്പോൾ സോഫ്റ്റ് സിൽക്ക്, ഗ്ലാസ്, ഹോഴ്സസ്, ചൈനീസ് വെസൽസ്, ഐവറി ആൻഡ് സ്പൈസസ്, അതായത് എന്താ പറയുക, മിനുസപ്പെട്ട തുണികൾ, സ്ഫടികം, കുതിരകൾ, ആനക്കൊമ്പ്, സുഗന്ധവ്യഞ്ജനങ്ങളൊക്കെ ഇറക്കുമതി ചെയ്യാൻ വേണ്ടി, ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഇൻ ഇന്ത്യ ദർ വർ മോർ എക്സ്പോർട്ട് ദാൻ ഇമ്പോർട്ട്സ്. അപ്പോൾ ഇന്ത്യയിൽ എന്താണുള്ളത്? മോർ എക്സ്പോർട്ട് ദാൻ ഇമ്പോർട്ട്സ് ആണെന്ന് പറയുന്നത്. അത് കയറ്റുമതി ഇറക്കുമതി ശക്തിപ്പെടുകയും അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി കൂടുതൽ, ഇറക്കുമതിയേക്കാൾ കൂടുതൽ എന്താണ്? കയറ്റുമതി ഉണ്ടാവുന്നു. ആ സമയത്ത് എന്താണ്? കയറ്റുമതി കൂടുതൽ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഇങ്ങോട്ട് സാമ്പത്തികമായിട്ട് ഉയർച്ചയുണ്ടാവും. അപ്പം പണമായിട്ട് വെള്ളിയും സ്വർണ്ണമൊക്കെ ഇന്ത്യയിലേക്ക് ഒഴുകിയെത്തി എന്നാണ് പറയുന്നത്. സോ ഗോൾഡ് ആൻഡ് സിൽവർ ഹാഡ് ഫ്ലോവ്ഡ് ഇൻ ടു ഇന്ത്യ ഡ്യൂറിങ് ദാറ്റ് പീരീഡ്. ദ ഡെവലപ്മെൻറ്റ് ഓഫ് ട്രേഡ് കോസ് ദ ഗ്രോത്ത് ഓഫ് സിറ്റീസ് ആൻഡ് അർബൻ ലൈഫ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വളർച്ചയുണ്ടാകുമ്പോൾ നമ്മുടെ സിറ്റീസിനും നഗരജീവിതത്തിലൊക്കെ വളർച്ചയുണ്ടാവും. അങ്ങനെ Delhi and Daulatabad were the biggest cities of the eastern world of that period. അപ്പം ഡൽഹിയും ദൗലത്താബാദും അന്നത്തെ കിഴക്കൻ ലോകത്തെ വൻകിട നഗരങ്ങളായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ദെൻ ബംഗാൾ ആൻഡ് ഗുജറാത്ത് വർ വെൽ നോൺ ഫോർ ദെയർ ടെക്സ്റ്റൈൽ പ്രൊഡക്ട്സ്. അപ്പോൾ അടുത്ത 2 സ്ഥലങ്ങൾ പറയുകയാണ്, ബംഗാളും ഗുജറാത്തും. ഈ 2 നഗരങ്ങൾ തുണിത്തരങ്ങൾക്ക് പേരുകേട്ട നഗരങ്ങളായിട്ട് മാറുന്നു. ദെൻ ലാഹോർ ആൻഡ് മുൾട്ടാൻ ആൻഡ് ലക്നോ വർ ബിസി ടൗൺസ്. ഏറ്റവും തിരക്കുള്ള നഗരങ്ങളായിട്ട് ലാഹോറും മുൾട്ടാനും ലക്നോ ഒക്കെ മാറുന്നു. ഇതൊക്കെയാണ് ട്രേഡിനെ കുറിച്ച് നമുക്ക് പറയുമ്പോൾ ഉൾപ്പെടുത്തേണ്ട പോയിന്റ്സ്.
ഇനി സൽത്തനത്ത് കാലഘട്ടത്തിലെ സോഷ്യൽ ലൈഫിലേക്ക് വരാം. നോക്കുക, ദ മിഡീവൽ സൊസൈറ്റി വാസ് ഫുൾ ഓഫ് സെവറൽ ഇൻഇക്വാലിറ്റീസ്. അപ്പോൾ എങ്ങനെയായിരുന്നു മധ്യകാല സമൂഹം എന്ന് പറയുന്നത്? നിരവധി അസമത്വങ്ങൾ നിറഞ്ഞതായിരുന്നു. ദ സുൽത്താൻ, ചീഫ് നോബിൾസ്, വില്ലേജ് ചീഫ്സ് കോൾഡ് മുഗ്തംസ് ആൻഡ് ലോവർ നോബിൾസ് ലെഡ് ദെയർ ലൈവ്സ് ഇൻ ഹൈ സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ അവിടെ ഉയർന്ന നിലവാരത്തിലുള്ള ജീവിതം നയിച്ച ആൾക്കാർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ സുൽത്താൻ പ്രഭുക്കന്മാർ, മുഗ്ധം എന്നറിയപ്പെടുന്ന ഗ്രാമത്തലവന്മാർ, ഈ ചെറുകിട പ്രഭുക്കന്മാർ, ഇവരൊക്കെ ഉയർന്ന നിലവാരത്തിലുള്ള ജീവിതം നയിച്ചു. Okay, most of the people in the cities and villages underwent several sufferings. അതുപോലെ തന്നെ ഗ്രാമങ്ങളിലെയും നഗരങ്ങളിലെയും ഭൂരിഭാഗം ജനങ്ങളും ഒരുപാട് കഷ്ടതകളൊക്കെ അനുഭവിച്ചിട്ടാണ് കഴിഞ്ഞത്. ഓക്കെ, ദ എക്സിസ്റ്റിംഗ് സോഷ്യൽ സ്ട്രക്ചർ ബേസ്ഡ് ഓൺ എ കാസ്റ്റ് സിസ്റ്റം ഡിഡ് നോട്ട് അണ്ടർഗോ എനി ഫണ്ടമെന്റൽ ചേഞ്ചസ്. അപ്പം ജാതി വ്യവസ്ഥയിൽ അധിഷ്ഠിതമായി നിലനിന്ന സാമൂഹിക ഘടനയ്ക്ക് അടിസ്ഥാനപരമായിട്ട് ഒരു മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. ഇതുപോലെ പിന്നെ ഈ ഉയർന്ന വിഭാഗമോ താഴ്ന്ന വിഭാഗമൊക്കെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. സം പീപ്പിൾ ആർ ഓഫ് ദ ഒപ്പീനിയൻ ദാറ്റ് ദർ ഹാഡ് ബീൻ സം ചേഞ്ചസ് ഇൻ ദ സ്റ്റാറ്റസ് ഓഫ് വുമൺ. അപ്പം ചില ആൾക്കാർ അഭിപ്രായപ്പെടുന്നത് വെച്ചാൽ സ്ത്രീകളുടെ പദവിയിൽ ചെറിയ മാറ്റങ്ങൾ ഈ കാലഘട്ടത്തിൽ വന്നിട്ടുണ്ടായിരുന്നു എന്ന് ചില ആൾക്കാർ അഭിപ്രായപ്പെടുന്നുണ്ടെന്ന് പറയുന്നു. ഇതാണ് സൽത്തനത്ത് പീരീഡിലെ സോഷ്യൽ ലൈഫിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് കൾച്ചർ ലൈഫാണ്. ഓക്കെ, കൾച്ചർ ലൈഫ് ഏത് കാലഘട്ടത്തിലാണ്? സൽത്തനത്ത് പീരീഡിലാണ്. അപ്പോൾ സാംസ്കാരിക ജീവിതം എങ്ങനെയാണെന്ന് നോക്കാമല്ലോ. സൽത്തനത്ത് റൂൾസ് ഹാഡ് സ്ട്രോങ് ഇൻഫ്ലുവൻസ് ഓൺ ദ കൾച്ചർ ലൈഫ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ സാംസ്കാരിക ജീവിതത്തിൽ ശക്തമായൊരു സ്വാധീനം ആർക്കുണ്ടായിരുന്നു? ഈ സുൽത്താൻ ഭരണത്തിനുണ്ടായിരുന്നു. മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ലൈക്ക് തബല ആൻഡ് സിത്താർ കെയിം ടു ഇന്ത്യ ഡ്യൂറിങ് ദ സൽത്തനത്ത് പീരീഡ്. ഈ സൽത്തനത്ത് കാലഘട്ടത്തിലാണ് പിന്നെ ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ആയ തബലയും സിത്താറൊക്കെ ഇന്ത്യയിലേക്ക് എത്തുന്നത്. അപ്പാർട്ട് ഫ്രം മ്യൂസിക്, ദിസ് ഇൻഫ്ലുവൻസ് ക്യാൻ ബി സീൻ ഇൻ ആർക്കിടെക്ചർ ആൻഡ് ലിറ്ററേച്ചർ ഓൾസോ. നമുക്ക് സംഗീതത്തിന് പുറമെ വാസ്തുവിദ്യയിലും സാഹിത്യത്തിലൊക്കെ ഈ സൽത്തനത്ത് പീരീഡിൻ്റെ സ്വാധീനം കാണാൻ വേണ്ടി പറ്റും. ദ കുത്തബ് മിനാർ, ദ തുഗ്ലക് ഫോർട്ട്, ദ ഹോസ്ഗാസ് കോംപ്ലക്സ് ആൻഡ് ലോധി ഗാർഡൻ സിറ്റുവേറ്റഡ് ഇൻ ഡൽഹി ആർ എക്സാമ്പിൾ ഓഫ് ദ കോൺട്രിബ്യൂഷൻ ടു ദ ഫീൽഡ് ഓഫ് ആർക്കിടെക്ചർ. അപ്പോൾ ഈ പറഞ്ഞ ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന കുത്തബ് മിനാറും തുഗ്ലക്കാബാദ് കോട്ടയും ഹോസ്ഗാ സമുച്ചയം ഒക്കെ ഈ വാസ്തുവിദ്യ രംഗത്ത് ആർക്കിടെക്ചർ മേഖലയിലുള്ള സംഭാവനകളായിട്ട് നമുക്ക് കാണാൻ പറ്റും. എ ലോട്ട് ഓഫ് ടെക്സ്റ്റ്സ് were composed in the Arabic language and many scientific and astronomical works of India were translated into Arabic during the period. അപ്പോൾ അറബി ഭാഷയിൽ ഇക്കാലത്ത് നിരവധി കൃതികൾ രചിക്കപ്പെടുകയും ചെയ്തു. അതുപോലെ തന്നെ ഇന്ത്യയിലെ ചില ശാസ്ത്രഗ്രന്ഥങ്ങളും അതുപോലെ തന്നെ ജ്യോതിശാസ്ത്ര ഗ്രന്ഥങ്ങളൊക്കെ അറബി ഭാഷയിലേക്ക് തർജിമ ചെയ്യപ്പെട്ടിട്ടും ഉണ്ടായിരുന്നു ഈ കാലഘട്ടത്തിൽ. ഓക്കെ, ദ പേർഷ്യൻ ലാംഗ്വേജ് കെയിം ഇൻ ടു ഇന്ത്യ വിത്ത് ദ അറൈവൽ ഓഫ് ദിസ് ടർക്സ്. അതായത് തുർക്കികളുടെ വരവോടെ ഇന്ത്യയിലേക്ക് എന്തുകൂടി വരുന്നു? ഏത് ഭാഷ കൂടി കടന്നു വരുന്നു? പേർഷ്യൻ ഭാഷ കൂടി കടന്നു വരുന്നു. ഓക്കെ, ദെൻ അമീർ ഖുസ്രു വാസ് എ റൈറ്റർ ഹു റോട്ട് ബ്യൂട്ടിഫുൾ വർക്ക്സ് ഇൻ ദ പേർഷ്യൻ ലാംഗ്വേജ്. അപ്പം നമ്മളൊരു സാഹിത്യകാരൻ്റെ പേര് പഠിക്കുകയാണ്, അമീർ ഖുസ്രു. ഓക്കെ, എന്താണ്? പേർഷ്യൻ ഭാഷയിൽ മനോഹരമായ കൃതികളൊക്കെ രചിച്ച ഒരാളുടെ സാഹിത്യകാരനാണ് ആര്? അമീർ ഖുസ്രു. ഓക്കെ, റൈറ്റിംഗ് ഓഫ് ഹിസ്റ്ററി ഓൾസോ ഗ്രൂ into an prominent branch during this period. സിയാവുദ്ദീൻ ഭരണി was an important historian who lived in India during the Sultanate period. അതുപോലെ തന്നെ ചരിത്രരചന ഈ കാലഘട്ടത്തിൽ വളരെ പ്രമുഖമായൊരു ശാഖയായിട്ട് വളർന്നു വന്നിട്ടുണ്ടായിരുന്നു. സിയാവുദ്ദീൻ ഭരണി അക്കാലത്തെ പ്രശസ്തനായൊരു ചരിത്രകാരനായിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കൾച്ചർ ലൈഫിൽ മനസ്സിലാക്കാനുള്ളത്. നമ്മുടെ നോട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായിട്ടുണ്ടാവും, ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ലാസ്സിൽ ഒരു ലൈക്ക് ചെയ്യുക. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് പറയാം കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അടുത്തൊരു നോട്ട് കൂടി നമ്മൾ തരാനുണ്ട്, അതുമായിട്ട് പെട്ടെന്ന് തന്നെ വരാൻ നോക്കാം. ഓക്കെ, ബൈ.